കൊച്ചി നഗരത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ പോലീസിന്റെ നടപടി. നിരവധി ഗുണ്ടകളും പിടികിട്ടാപ്പുള്ളികളും പിടിയിലായിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷനിലാണ് അറസ്റ്റ്. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഈ കൊച്ചിയിൽ വല്ല കൊലപാതകമോ തമ്മിൽ തല്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഗുണ്ടാ റെയ്ഡ് നടത്താറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെയൊരു റെയ്ഡിന്? എങ്ങനെയാണ് ഈ റെയ്ഡിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ പിടിയിലായിട്ടുണ്ടോ? കൊച്ചി സിറ്റി പോലീസിന്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് നടന്നത്. ആ ഡ്രൈവിലേക്ക് പോലീസിനെ നയിച്ചത് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് ഇടപാടുകൾ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഡ്രൈവിലേക്ക് പോയത്. 2 ദിവസമായി അതീവ രഹസ്യമായിട്ടുള്ള പോലീസ് നടപടിയാണ് ഉണ്ടായത്. അതിൽ നിരവധി ഗുണ്ടകളും സ്ഥിരം കുറ്റവാളികളും അടക്കം ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 50-ലധികം പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിരവധി ഗുണ്ടകളുണ്ട്, അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് ഇടപാടുകാരുണ്ട്, അതോടൊപ്പം പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ളവരുണ്ട്. അതായത് നിരവധി കേസുകളിൽ പോലീസ് തിരയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് സിറ്റി പോലീസ് നടത്തുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് ഈ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ നഗരത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുമൊക്കെ തന്നെ വരുന്നു. അവർ ഇവിടെ എത്തി ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളിലേക്ക് പോകുന്നു. അത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സിറ്റി പോലീസ് 2 ദിവസം രാത്രി നീളുന്ന ഒരു പ്രത്യേക ഡ്രൈവ് നടത്തിയത്. ആ ഡ്രൈവിലാണ് ഇപ്പോൾ ഇത്രയധികം കുറ്റവാളികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ കണക്ക് അല്പസമയത്തിനകം പുറത്തുവിടുമെന്നാണ് സിറ്റി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിവരെ ഈ റെയ്ഡ് നീണ്ടു നിൽക്കുകയാണ്. അതിന്റെ അവസാന വിവരങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നു. പക്ഷേ കൊച്ചി നഗരത്തിൽ നിരവധി ഗുണ്ടകളുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു, സ്ഥിരം കുറ്റവാളികളുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ശക്തമായൊരു പോലീസ് നടപടിയിലേക്ക് ഇപ്പോൾ സിറ്റി പോലീസ് പോയിരിക്കുകയാണ്. ശരി ബിനിൽ, എന്തായാലും പോലീസിന്റെ ആ നടപടിക്ക് ഒരു തുടർച്ച ഉണ്ടാവേണ്ടതാണ്. കൊച്ചിയിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തായി കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഗുണ്ടാ റെയ്ഡ്. ഒരുപാട് ഗുണ്ടകൾ പിടിയിലായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബിനിൽ നൽകും.